മൂന്നാർ ദൗത്യത്തിനെതിരെ ചിന്നക്കനാലിൽ നടക്കുന്ന റിലേ നിരാഹാര സമരം 40 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാതെ സർക്കാർ. കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ കർഷകരെ കുടിയിറക്കുന്നതിനെതിരെയാണ് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 12-ന് റിലേ സമരം ആരംഭിച്ചത്. സർക്കാർ നിലപാടിനെതിരെ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് നാട്ടുകാർ പറയുന്നു. മൂന്നാർ ദൗത്യസംഘം തുടർച്ചയായി കർഷകരെ കുടിയൊഴിപ്പിച്ചതോടുകൂടിയാണ് നവംബർ 12-ന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിംഗകണ്ടത്ത് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. കുടിയിറക്ക നീക്കം അവസാനിപ്പിക്കുക, കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാനുള്ള ഉദ്യോഗസ്ഥ നീക്കം അവസാനിപ്പിക്കുക, സിംഗകണ്ടത്തെ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കുവാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കം അവസാനിപ്പിക്കുക, ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത ഭൂമി കർഷകരുടെ പേരിൽ രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടരുന്നത്. ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇതിന് തീരുമാനം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഹിയറിങ്ങിന് വേണ്ടിയിട്ട് കളക്ടറേറ്റ് വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രേഖ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ രേഖ ഞങ്ങൾക്ക് തരാതെ ഞങ്ങളുടെ കയ്യിൽ രേഖയില്ല. റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, തിരിച്ചൽ കാർഡുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള രേഖയുള്ളൂ. പട്ടയം നിങ്ങൾ തന്നെങ്കിലല്ലേ ഞങ്ങൾക്കുള്ളെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ പഞ്ചായത്ത് വെറുതെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ്, അതെപ്പോൾ വേണേലും തിരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പണി സാറേ, ഞങ്ങളെ എല്ലാവരും അങ്ങോട്ട് നിങ്ങളങ്ങ് കൊന്നുകളാ, അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞപ്പം എന്നാൽ നിങ്ങൾ അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് തന്നെ ചെയ്യും, ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് വേറെ ഒരു തീരുമാനവും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് പോന്നേക്കുന്നത്. ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഈ കുഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ട് ഈ ആനക്കാട്ടിൽ കിടന്നു. എനിക്കിപ്പോൾ 50 വയസ്സുണ്ട്. എനിക്ക് 2 വയസ്സുള്ളപ്പം എൻ്റെ അച്ഛനൊക്കെ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് താമസിക്കുന്നത്. എൻ്റെ അച്ഛനൊക്കെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ് ആ തെങ്ങ് നിൽക്കുന്നത്. എൻ്റെ തറവാട്ടിൽ 72 അവരിവിടെ വന്ന് സ്ഥലം മേടിച്ചു. അന്ന് മുതൽ ഞങ്ങളിവിടെ താമസിക്കുന്ന. ഇപ്പം ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പം പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? ഇതിനൊരു തീരുമാനം സർക്കാർ ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ ഇതൊക്കെ പോയിട്ട് ഇലക്ഷൻ വരും, ഇവരിവിടെ വരുമല്ലോ. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരം തുടരുവാനാണ് സമരസമിതിയുടെ തീരുമാനം.